Hi friends, welcome back to Sonia's kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു ചോള ഭട്ടൂരയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സത്യൻ ചേട്ടൻ. സത്യൻ ചേട്ടൻ എന്ന് വെച്ചാൽ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്ന ഒരാളാണ്. അത് ഞങ്ങൾക്കൊരു മൂത്തൊരു ചേട്ടന്റെ സ്ഥാനത്താണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സത്യനങ്ങള്. സത്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാവിധ സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് അതിനുള്ള എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ബ്രദറിനെ പോലെ തന്നെയാണ് ഞങ്ങളുടെ സത്യചേട്ടൻ. സത്യചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ കറികൾ ഉണ്ടാക്കാനായിട്ട് വളരെ എക്സ്പേർട്ട് ആണ്. എന്റെ വക ബട്ടൂരി ഉണ്ടാക്കാം, സത്യചേട്ടന്റെ വക ചോള മസാല ഉണ്ടാക്കും. അപ്പം സത്യചേട്ടൻ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റ് ആണ് ആ ഒരു കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റുകളും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനായിട്ടുള്ള ബട്ടൂര തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം. അപ്പോൾ അതിന് വേണ്ട മാവ് തയ്യാറാക്കി എടുക്കാം. ബട്ടൂരയ്ക്ക് കുഴച്ച് വെച്ച് കഴിയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല. ഒരു മണിക്കൂർ നേരം നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതാദ്യം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവ. ഈ റവ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ ബട്ടൂരി ഉണ്ടാക്കി വരുമ്പോഴേക്കും അതിലൊട്ടും എണ്ണ കുടിക്കാതെ ഇരിക്കും. നമ്മൾ റവ ചേർക്കുമ്പോഴേക്കും അത് സാധാരണ പൂരി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതിലേക്ക് ഇതുപോലെ അല്പം റവ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ തൈരാണ്. തൈര് തന്നെയാണ് ഇതിന് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോന്നും ചേർത്ത് കൊടുത്താൽ പോരാ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് നന്നായിട്ട് നമ്മൾ പൂരിയൊക്കെ സാധാരണ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കണ്ടോ. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഒരു 5-8 മിനിറ്റ് എടുത്ത് വേണം കുഴച്ചെടുക്കാൻ, എങ്കിലേ അത്ര നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഈ പാത്രത്തിലേക്ക് തന്നെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് കവർ ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് തുടങ്ങാം. നമുക്ക് അതിനുവേണ്ടി 1/2 കിലോ ചന, ഈ വലിയ കടലയില്ലേ, വെളുത്ത കടല, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 8 മണിക്കൂറോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അത് വെള്ളത്തിലിട്ട് കുതിർത്ത് 8 മണിക്കൂർ കുതിരണം വെള്ളത്തിലിട്ട്. ഇത് നമ്മൾ കുക്കറിനകത്താണോ വേവിക്കുന്നത്? അതെ, നമ്മൾ കുക്കറിനകത്താണ് വേവിക്കുന്നത്. കുക്കറിനകത്ത് വേവിക്കുന്ന കൂട്ടത്തിൽ ഉപ്പ് ചേർക്കുക. അതിന്റെ കൂടെ തന്നെ ആ കറുവപ്പട്ട 2. ഈ കറുവപ്പട്ട അതൊരു നമുക്കൊരു മണം കിട്ടും. കറിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടി. പിന്നെ വേറെ എന്താ സാധനങ്ങളാണ് ചേർക്കാണ്ട്? വേറെ നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 1 കൂട്ട ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുക്കുക. പിന്നെ ടൊമാറ്റോ നമ്മൾ എടുത്തിട്ട് അരച്ചെടുക്കുക. പിന്നെ മുളക് പൊടി നമ്മുടെ വേണമെങ്കിൽ എടുത്താൽ മതി. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരി കൂടുതലായിരിക്കും. നമ്മൾ വേണമെങ്കിൽ ശകലം നമുക്കൊരു 1/4 സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതാണല്ലോ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഗരം മസാല പൊടിച്ചത്. പിന്നെ ഇത് ബേ ലീവ്സ് അല്ലേ? ബേ ലീവ്സ് 2 10 എടുക്കുക. പിന്നെ അത് നമ്മൾ 2 സൈസ് ജീരകം എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ ജീരകം ചെറുതും പെരും ജീരകവും. സവാള ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വന്നിട്ട് മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ഇതെന്താണ്? കസ്തൂരി മേന്തി. ഓക്കെ, അപ്പൊ ഇത്ര സാധനങ്ങൾ നമുക്ക് മതി. നമ്മുടെ കടല ഇപ്പോൾ വെന്തിരിക്കുവാണ്. എന്നാൽ നമുക്ക് അതൊന്ന് തുറന്നു നോക്കിയാലോ? കടല നമുക്ക് തുറന്നു നോക്കാം, വെന്തെന്ന് നോക്കാം. കടല വെന്തിട്ടുണ്ട്. നമ്മൾ കടല റെഡിയാണ്. ആദ്യം നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? പറ്റിയിട്ടുണ്ട്. അതിനകത്ത് കിടക്കുന്ന വെള്ളം നമുക്ക് കളയണ്ട. ഇതിലൂടെ തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാം അല്ലേ? അതെ. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അല്പം എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടല്ലോ ചേട്ടാ. ഇനി നമ്മൾ ആദ്യം എന്താ ചേർക്കുന്നത്? ആദ്യം നമ്മൾ അല്പം ജീരകം ഇടുക. അതിനകത്ത് ജീരകം ഒന്ന് മൂത്ത് വരണം. ഒരു മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. ഒന്ന് മൂത്ത് വരണം. അത് കഴിഞ്ഞ് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ സവാള മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുക.
നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി എന്താ ചേർക്കുന്നത്? ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. അത് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടുന്നത് നമുക്ക് അല്പം എരിയൊക്കെ വേണ്ടുന്നതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇടുന്നത്. പൊതുവെ എനിക്കൊന്ന് ഇതിനകത്ത് ചെനക്കകത്ത് സാധാരണ വടക്കേന്ത്യയിലെ മുളക് പൊടി ചേർക്കാറില്ല. നമ്മൾ കേരളക്കാർക്ക് പൊതുവെ ഇച്ചിരി സ്പൈസി ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മള് അതെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂക്കണം അല്ലേ? ഇത് നന്നായിട്ട് മൂക്കണം. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് മസാല മൂത്തതിന്റെ. അതെ, മസാലയുടെ ആ മണം വരുന്നുണ്ട്. ഇപ്പോൾ മസാല മൂത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഒന്ന് മൂക്കണം. മസാലയുടെ കൂടെ തന്നെ ഒന്ന് മൂക്കണം. അത് ഇതിപ്പോ നന്നായിട്ട് വഴന്ന് ഇതെല്ലാം കൂടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടല്ലേ അതിര? ആ മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ഇതിനകത്ത് ഓൾറെഡി ഉപ്പിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ അത് ഉപ്പിടേണ്ട ഉപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് വെള്ളം ഇല്ലല്ലോ. ശരിക്കും അതിനകത്ത് വെള്ളം ഒഴിച്ചാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? ഇനിയും വെള്ളം ഒഴിക്കണം. പക്ഷെ വെള്ളം തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഇനി പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. നമ്മള് പൊതുവെ ആണെങ്കിലും ഈ ചെന മസാല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രേവി ആയിട്ടാണല്ലോ നമുക്ക് ഗ്രേവി വേണം. അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് റെഡി ആവണം. നമുക്ക് ഇത്രയും വെള്ളം മതിയായിരിക്കും അല്ലേ? വെള്ളം ഒഴിച്ചത് മതി. നമുക്ക് ഇനി നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കാം. ഇത് തിളച്ചു കഴിഞ്ഞിട്ടാണോ നമ്മുടെ ബേ ലീവ്സ് ഇടുന്നത്? അതെ, ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ബേ ലീവ്സ് ഇട്ട് കഴിഞ്ഞാൽ ബേ ലീവ്സിന്റെ ഒരു മണോ ഒരു ടേസ്റ്റ് ഈ കറിക്ക് നല്ലപോലെ പിടിക്കും. നല്ലൊരു ശരിക്കും ബേ ലീവ്സിന്റെ ഫ്ലേവർ ഒരു അട്രാക്റ്റീവ് ആണ്. ഇത് മൂടി വെച്ച് എത്ര നേരം ഇരിക്കണം? 10 മിനിറ്റ് ഇരുന്നാൽ മതി. 10 മിനിറ്റ് കൊണ്ട് തീ കുറച്ച് വെച്ച് അപ്പൊ നമ്മുടെ ഈ മസാല എല്ലാം അതിലേക്ക് പിടിക്കും. മസാല പിടിക്കും. അദ്ദേഹം എങ്ങനെ ഈ വെജിറ്റബിൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പഠിച്ചത്? ഉള്ള കഴിവിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ നല്ല നല്ല കറികളും ഒക്കെ വെക്കുമായിരുന്നു. അത് അമ്മയുടെ കൂടെ നിന്ന് കണ്ടുപഠിച്ചിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്നത് അത് കണ്ടുപഠിച്ച് എൻ്റെ മനസ്സിലിരുന്നാണ്. പിന്നെ നാട് വിട്ട് കഴിഞ്ഞ് ഞാനത് ട്രൈ ചെയ്ത് നോക്കുകയും വിജയിക്കുകയും ചെയ്തു. ശരിക്കും അമ്മമാരുടെ അടുക്ക ശരിക്കും പറഞ്ഞാൽ ആൺമക്കൾ പോകാറില്ല. പെൺമക്കളായിരിക്കും കൂടുതലും അമ്മമാരെ സഹായിക്കാനായിട്ട് അടുക്കള കയറുന്നത്. സത്യം ഇടയ്ക്ക് ഇപ്പൊ കയറുമായിരുന്നു. നമ്മള് പാചകം വെക്കുമ്പോ നമ്മള് നോക്കുമായിരുന്നു, കാണുമായിരുന്നു അമ്മ വെക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കലയാണ് സത്യമായിട്ട്. ശരിക്കും ഇതൊരു കുക്കിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ്, അതൊരു പാഷനാണ്, കലയാണ്. തന്നെ അതിന് സ്നേഹമാണ്. സ്നേഹം വിളമ്പി കൊടുക്കുക എന്ന് പറയും. അതെ അതെ, സത്യം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആ ടേസ്റ്റ് നമുക്ക് ആ ഡിഷിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇനി നമുക്കിത് വാങ്ങാം. ഇതെല്ലാം ആയിട്ടുണ്ട്, റെഡിയാണ്, നമുക്ക് വാങ്ങാം. ഇനി സോണിയ ബട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങട്ടെ എന്നാ? അതെ, സോണിയ ബട്ടൂര ഉണ്ടാക്കാൻ. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂരയും കൂടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ സത്യജാന്റെ വക കറി ഇവിടെ റെഡിയാണ്. അപ്പം ഞങ്ങൾ ഇനി ഈ ബട്ടൂര തയ്യാറാക്കാനായിട്ട് തുടങ്ങുകയാണ്. കണ്ടോ, ഇപ്പം 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ റവ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് അങ്ങ് പൊന്തി വരുമോ അങ്ങനെ ഡബിൾ സൈസ് ആയിട്ട് വരത്തൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ കുഴച്ച് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സാധാരണ പൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ചെറുതായിട്ട് പരത്തിയെടുക്കാം. അപ്പം ആദ്യമേ ഒരു നല്ലൊരു സൈസായി കിട്ടാനായിട്ട് നീളത്തിലാക്കിയെടുക്കാം. അതിനുശേഷം സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് കൈ കൊണ്ട് മുറിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കുക. ഇതുപോലെയുള്ള ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് പരത്താനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് നിങ്ങൾ ഡ്രൈ ആയി പോകണ്ടെന്ന് ഓർത്താണ് കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇനി പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് പരത്താനായിട്ട് തുടങ്ങാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പരത്തിയത്. അതിനുശേഷം തവി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലായിടത്തും ആകുന്ന രീതിക്കൊന്ന് മുക്കി കൊടുക്കണം. എന്നാലേ എല്ലായിടവും ഒന്ന് പൊന്തി വരത്തുള്ളൂ. അല്ലെങ്കിൽ എണ്ണ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. കേട്ടോ, ഇതുപോലെ പൊന്തി വരണം.
നമ്മുടെ ബട്ടൂരിയൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. ചോള ബട്ടൂരി ഇനി കഴിക്കാനായിട്ട് തുടങ്ങാം. നമുക്കൊന്ന് ചോള ബട്ടൂരി കഴിക്കാൻ തുടങ്ങിയാലോ? നല്ല സൂപ്പർ സാധനമാണ്. നമ്മൾ ആ ശരവണയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ ഇതിനകത്തുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ സാധാരണ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല, ശരവണ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ എന്റെ ഭാര്യ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. അതേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ, നല്ല കറിയാ. നല്ല കറിയാണ്. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചതില്ല. സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചോല ബട്ടൂരി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.